ഇപ്പോൾ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള MTക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഷിത, ഇപ്പോൾ എന്താണ്? ശ്രീധരൻപിള്ള എത്തുകയാണ്, അദ്ദേഹം MTയെ അവസാനമായി കാണാൻ എത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഗോവ ഗവർണർ ഇപ്പോൾ MTയുടെ സിത്താരയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം MTയുമായി വലിയ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. കാരണം കോഴിക്കോട്ടുകാരനായ ഒരാൾ, അതിനപ്പുറം തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സൗഹൃദം MT എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സുഹൃത്താണ്, എഴുത്തുകാരനാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ നിലയിലൊക്കെ തന്നെ വളരെയേറെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം കൂടി എത്തുകയാണ് ഇപ്പോൾ MTയെ അവസാനമായി കാണാൻ, ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി PS ശ്രീധരൻപിള്ള എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. MTയെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നവരെല്ലാം തന്നെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഹരിഹരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇന്നലെ രാത്രിയിലും നമ്മൾ കണ്ടത്. ഈ രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ, സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ MTയെ കാണാൻ എത്തുന്നതാണ്, MTക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതാണ്. ഇന്ന് രാവിലെയും അതുപോലെ തന്നെ ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് സിത്താരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുറച്ചു കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നേതാക്കന്മാർ ഒരുപാട് വരുന്നുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തും. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി, കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. ഇപ്പോൾ PS ശ്രീധരൻപിള്ള അന്തിമോപചാരം അർപ്പിക്കുകയാണ്. MT വാസുദേവൻ നായരെ അദ്ദേഹം കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. MTയുമായി വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്ന, വലിയ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീധരൻപിള്ള. ആ ശ്രീധരൻപിള്ളയാണ് അദ്ദേഹം ഇവിടേക്ക് വന്നുകൊണ്ട് MTയെ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും അവസാനമായി MT അത്രയേറെ സ്നേഹിക്കുന്ന ആളുകൾ, MTയുടെ എഴുത്തിനപ്പുറത്തേക്ക് വലിയൊരു സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഒരാൾ കൂടിയാണ് MT. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരുന്നു. MTയുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് പലരും നമ്മളോട് പങ്കുവെക്കുന്ന ഒരു കാര്യവും. മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഹൃദയത്തിൽ ഇടം ലഭിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം അങ്ങനെ ചേർത്ത് വെക്കുന്ന ഒരുപാട് അനുശോചന കുറിപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത് അവരുമായി, MTയുമായുള്ള വ്യക്തിപരമായുള്ള ഒരു അടുപ്പം പങ്കുവെക്കുന്നതാണ്. ആ ഒരു അടുപ്പം തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ എത്തുന്ന ആളുകളിലും കാണാൻ സാധിക്കുന്നത്. ഹരിഹരൻ അല്പസമയം മുമ്പാണ് സംവിധായകൻ ഹരിഹരൻ എത്തിയത്. ഹരിഹരന് MTയുടെ കുടുംബവുമായി തന്നെ വലിയ അടുപ്പമുണ്ട്. അദ്ദേഹം മകൾ അശ്വതിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും എല്ലാം തന്നെ സംസാരിച്ച് അവിടെ ഇരിക്കുകയാണ്, അശ്വതിക്കൊപ്പം ഇരിക്കുകയാണ്. ഒപ്പം ഇപ്പോൾ PS ശ്രീധരൻപിള്ള കൂടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ ഒരുപാട് ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയുള്ള സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രമോദ്. യെസ്, തീർച്ചയായും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് എന്ന് നമ്മൾ സാധാരണ നിലയിൽ ഇങ്ങനെ പൊതുദർശന വേളയിൽ പറയാറുണ്ട്. പക്ഷേ ഇത് അത് മാത്രമല്ല, അതിൽ ഏത് തുറയിൽ നിന്നും ഒരുപക്ഷെ MTയെ സ്വന്തം വാക്കുകളിലൂടെ, സ്വന്തം ഭാഷയിലൂടെ, സ്വന്തം രചനകളിലൂടെ കുറിച്ചു വയ്ക്കാത്ത മനുഷ്യരുടെ വികാരങ്ങളില്ല എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് ഏത് നിലയ്ക്കുമുള്ള വികാരങ്ങൾ, മനുഷ്യ വികാരങ്ങൾ ഇനിയൊന്നും ബാക്കിയില്ല അദ്ദേഹത്തിൻ്റെ രചനകളിൽ വരാത്ത. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നോവലുകൾ കുറവാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നാലുകെട്ട്, കാലം, മഞ്ഞ്, അസുരവിത്ത്, അതുപോലെ തന്നെ രണ്ടാമൂഴം, ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയാവുന്നത്. ഇത് മതിയായിരുന്നു. പക്ഷേ അതിലുമുപരിയായി അദ്ദേഹത്തിൻ്റെ കഥകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഥകളിലും ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥ. നമുക്കറിയാം, അത് എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന പേരിൽ സിനിമയായ കഥയാണ്. അതുപോലെ തന്നെ നിന്റെ ഓർമ്മയ്ക്ക്, അല്ലെങ്കിൽ ദാറസ്സലാം, ഷെർലോക്ക് തുടങ്ങിയ കഥകൾ, സ്വർഗം തുറക്കുന്ന സമയം, അത് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമയായി പിന്നീട് മാറുകയുണ്ടായി. ഇങ്ങനെ കൊച്ചു കഥകൾ. ഈ കഥകൾ എഴുതുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കഥകളിൽ ഒരു വലിയ ജീവിതം തീർക്കാനുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ജീവിതം ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ നമുക്കറിയാം. കഥ വായിച്ചു കഴിഞ്ഞാൽ സിനിമ പ്രത്യേകിച്ച് കാണേണ്ടതില്ല. സിനിമയുടെ ആകത്തുക, അല്ലെങ്കിൽ സിനിമയിലൂടെ ഇപ്പോൾ നമുക്കറിയാം, അത് എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലേക്ക് വന്നപ്പോൾ ജോമോൾ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ജോമോളുടെ ആ പ്രകടനം തീർച്ചയായിട്ടും ആ കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന ആ പ്രകടനം തന്നെ. അപ്പോൾ അതത്രയും
അദ്ദേഹം കഥയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും അദ്ദേഹത്തിൻ്റെ കഥയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സമാനമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏത് രചന എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വിശാലമായ ഒരു ലോകം വളരെ കുറുക്കി അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മഞ്ഞ് വളരെ ചെറിയ നോവലാണ് എന്ന് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചിന്തിക്കാനില്ല. ഇപ്പോൾ നമുക്ക് നോവലുകളുടെയൊക്കെ കാര്യത്തിൽ എത്രയധികം പേജുകൾ ഉണ്ടാക്കാൻ കഴിയുമോ അത്രയധികം പൈസ വില അതിനിടാം, അതിനനുസരിച്ച് നമുക്ക് വിൽപ്പന നടത്താം എന്നൊക്കെയുള്ള അതിലൂടെ നേട്ടമുണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന സാഹിത്യകാരന്മാരുണ്ടാകും. പക്ഷേ MTയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ് എന്ന് പറയുന്നൊരു മഞ്ഞുതുള്ളി പോലെയാണ്. അത് ആ മഞ്ഞ് തണുത്തുറഞ്ഞ ആ മഞ്ഞിൽ കുമയോൺ കുന്നുകളിലെ നൈനിറ്റാളിൽ ജീവിക്കുന്ന വിമല ടീച്ചർ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു വലിയ കാത്തിരിപ്പിൻ്റേതായിട്ടുള്ള ഒരു വലിയ കാല ഗണന നമുക്ക് അതിനകത്ത് എടുക്കാം. എത്ര കാലത്തോളമാണ് വിമല ടീച്ചർ കാത്തിരിക്കുക? അതിലെ ബുദ്ധൂസ് എന്ന കഥാപാത്രം ബോട്ട് സഞ്ചാരിയായ അല്ലെങ്കിൽ ബോട്ട് സർവീസ് നടത്തുന്ന ബുദ്ധൂസ് എന്ന കഥാപാത്രം. അതുപോലെ തന്നെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ വിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ കഥാപാത്രങ്ങളെ കൊണ്ടുവരാൻ കഴിയുക, ചെറുതാണെങ്കിലും ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും മനസ്സിൽ തറയ്ക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് അപാരമാണ്. അദ്ദേഹം സമ്പൂർണ്ണമായും എഴുത്തിന് വേണ്ടി അദ്ദേഹത്തെ സമർപ്പിച്ചു എന്നുള്ളതാണ് നമ്മളത് കാണേണ്ടത്. വളരെ MT എത്ര ഉന്നതമായ നിലയിലെത്തിയപ്പോഴും ഇപ്പോൾ പുരസ്കാരങ്ങൾ, ജ്ഞാനപീഠം വരെയുള്ള മഹാപുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം താനേതോ ഉന്നത നിലയിലെത്തിക്കഴിഞ്ഞു, തന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് തൻ്റെ ജോലി എന്ന മട്ടിൽ അദ്ദേഹം അറിയുന്നില്ല. നമ്മുടെ ലോക സാഹിത്യകാരന്മാരിൽ എത്രയോ പേരുടെ ഒരു മാതൃക എന്ന പോലെ അദ്ദേഹം സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഒതുങ്ങുമ്പോഴും അദ്ദേഹം ലോകത്തിന് നൽകിയ ചില സന്ദേശങ്ങളുണ്ട്, അത് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷത ആശയം അത് അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിലൊരു ഭംഗം വരാതെ അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. വിമർശിക്കേണ്ടതിനെ വിമർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഭരണത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് നിശിതമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ രാജ്യമാകെ മതേതരത്വത്തിന്, മതനിരപേക്ഷതയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ട സമയത്ത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എതിർപ്പുകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലെന്നല്ല, ആസ്വാദകരും ഒക്കെ മാത്രമല്ല അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തെ ശക്തമായി വിമർശിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള വിമർശകരെ അദ്ദേഹം സൃഷ്ടിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന് എതിർക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എതിർക്കുമ്പോൾ വിമർശകരുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് MTയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ നിലകളിൽ താനൊരു മനുഷ്യനും താനൊരു എഴുത്തുകാരനുമാകാൻ കഴിയുമോ ആ നിലകളിലൊക്കെ അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ആളുകൾ കൂടുന്നിടത്ത് സ്വന്തം പ്രതിച്ഛായയുടെ ഒരു ബലത്തിൽ വന്ന് എന്തെങ്കിലും പ്രസംഗിക്കാനോ അതിനുവേണ്ടി സമയം കളയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ നേതാക്കളോടാവട്ടെ, മറ്റെഴുത്തുകാരോടാവട്ടെ, അതുപോലെ തന്നെ സിനിമാ രംഗത്തെ ആളുകൾ എല്ലാവരുമായും അദ്ദേഹത്തിന് വേണ്ട സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അത് സൂക്ഷിക്കേണ്ടിടത്തോളം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നും നമുക്കറിയാം. അജിത ഇപ്പോൾ സംസാരിക്കുന്നു. സമരമുഖങ്ങളിലൊക്കെ നിശബ്ദമായൊരു പിന്തുണയുണ്ടായിരുന്നു. എൻ്റെ എഴുത്തൊക്കെ വളരെ വളരെ ജനകീയമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ള. എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അറിയില്ലെങ്കിലും MTയുടെ തിരക്കഥകളൊക്കെ വളരെ. പഞ്ചാഗ്നിയെക്കുറിച്ച് ഞാൻ എൻ്റെ കഥയാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ബാക്കി കഥ നല്ലൊരു കഥയാണ്, ഇത്രയേ പറയാം.